കോവിഡ് കാലത്ത് മഹാമാരിക്ക് മുന്നിൽ ലോകം വിറങ്ങലിച്ചപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിരോധം മികച്ചതായിരുന്നു. ഈ കോൺഗ്രസ് പ്രതിപക്ഷം ഈ സർക്കാരിനെ കോവിഡ് മിസ്മാനേജ്മെൻറ്റിൻ്റെ പേരിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പഹൽഗാമിൽ നമ്മളുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് രാജ്യത്തിനുള്ളിൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്ന സമയത്ത് ദാ വരുന്നു അതേ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. കുറ്റമറ്റ ഇന്റലിജൻസ് സംവിധാനം ഏതെങ്കിലും രാജ്യത്തുണ്ടാകുമോ? പഹൽഗാമിലെ വീഴ്ച ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ല. അതായത് ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റിനാണല്ലോ ഇപ്പോൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. അമിത്ഷാ പറയുന്നു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരെക്കുറിച്ച് ഇന്ത്യ ലജ്ജിക്കുന്ന ഒരു കാലം വരുമെന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ ഹിന്ദി ഒരു പ്രധാന ഭാഷയെ രാഷ്ട്രഭാഷയെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് പോയി ഹിന്ദിയിൽ സംസാരിക്കുന്നതിൽ ആത്മവിശ്വാസമുള്ളയാളാണ് എന്ന് പണ്ട് പറഞ്ഞ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്വീറ്റ് ചെയ്തതിൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്താണോ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ആ പൊളിറ്റിക്കൽ ലൈനിൽ നേരെ ഘടകവിരുദ്ധമായ ലൈനെടുത്ത് പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണത്തിൻ്റെ മുനയെ തകർക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത്. ഇങ്ങനൊരു നേതാവിനെയും കൊണ്ട് കോൺഗ്രസിന് എത്ര കാലത്ത് പോകാൻ കഴിയും എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ്.